ഹായ് ഫ്രണ്ട്സ്, ഒരു വർഷത്തോളം യൂസ് ചെയ്ത മോണ്ട്രയുടെ മാട്രിക്സ് സൈക്കിളിനെ കുറിച്ചാണ് പറയുന്നത്. സൈക്കിൾ വാങ്ങിച്ചപ്പോഴേ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമുക്ക് തുടക്കത്തിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. 6061 അലുമിനിയം അലോയ് ഫ്രെയിമാണ് വന്നിരിക്കുന്നത്. അലുമിനിയം ഫ്രെയിമാണെങ്കിലും ഉദ്ദേശം ഒരു 16.5 കിലോ വെയിറ്റ് ഉണ്ട് അതിന്. സൂമിൻ്റെ 60mm ഓയിൽ സ്പ്രിങ് സസ്പെൻഷനാണ് ഇതിന് വന്നിരിക്കുന്നത്. XMRയുടെ അലോയ് സീറ്റ് പോസ്റ്റും പിന്നെ സാഡിലുമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സീറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും യാത്ര അത്ര സുഖകരമല്ല. മുന്നിലും പിന്നിലും ആക്സിസിൻ്റെ ടയറും അതുപോലെ തന്നെ XMRൻ്റെ ഡബിൾ വാൾ റിമ്മുമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലോഗൻ്റെ 160mm മെക്കാനിക്കൽ ഡിസ്ക് ബ്രേക്കാണ് വന്നിരിക്കുന്നത്. 680mm വിഡ്ത്തുള്ള XMRൻ്റെ സ്റ്റീൽ ഹാൻഡിലാണ് ഇതിന് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പിന്നിൽ 7 സ്പീഡ് ഫ്രീ വീലും മുന്നിൽ 3 സ്പീഡ് ക്രാങ്ക് സെറ്റുമാണ് വന്നിരിക്കുന്നത്. റെയർ ഡിറൈലർ ഷിമാനോ ടൂണി RD-TY 500ഉം ഫ്രണ്ട് ഡിറൈലർ ഷിമാനോ FD TZ500ഉം ആണ് വന്നിരിക്കുന്നത്. 21 സ്പീഡ് സൈക്കിളാണെങ്കിലും ഇതിൻ്റെ സസ്പെൻഷൻ അത് എടുത്തു പറയുമ്പോൾ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലയെന്ന് വെച്ചാൽ ഇല്ല, അതുപോലെയാണ് ഇതിൻ്റെ വർക്കിംഗ്. പിന്നെ എനിക്കിതിൻ്റെ ഒട്ടും ഇഷ്ടപ്പെടാത്തതിൻ്റെ ചെയിൻ ഗാർഡാണ്. അതായത് ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തത്. സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ സ്ക്രൂ അഴിഞ്ഞുപോയി, ചെയിനും തെറ്റി. പിന്നെ ഞാൻ പുതിയ സ്ക്രൂ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് രാഗി ചെറുതാക്കി അത് ടൈറ്റ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ ഇതിൻ്റെ വീൽ അലൈൻമെൻറ്റ് അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയത്. അതായത് റൈറ്റ് സൈഡിൽ ഗ്യാപ്പ് കൂടുതൽ, നേരെ മറിച്ച് ലെഫ്റ്റ് സൈഡിൽ ഗ്യാപ്പ് കുറവ്. ഇത് ഞാൻ വാങ്ങിച്ച ഷോപ്പിൽ തന്നെ കൊണ്ട് കാണിച്ച് അവർ പറഞ്ഞത് ഈ ചെയിൻ വീലിൽ തട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാന്ന്. എന്തോ എനിക്കത് കേട്ടപ്പോൾ എന്നെ പറഞ്ഞു പറ്റിച്ച പോലെ എനിക്ക് തോന്നിയത്. പിന്നെ ഞാൻ ഈ സൈക്കിള് വൈറ്റിലെ തൈക്കൂടത്തുള്ള ബൈസിക്കിൾ ആർട്ടിൽ കൊണ്ട് കൊടുത്തു. അവിടെ സർവീസ് ചെയ്തപ്പോഴത്തേക്കും അവരെല്ലാം ശരിയാക്കി തന്നു. അതായത് ബാക്ക് വീലിൻ്റെ അലൈൻമെൻറ്റ് ശരിയാക്കി തന്നു. ഗിയറൊക്കെ ഇപ്പോൾ പ്രോപ്പറായിട്ട് വീഴുന്നുണ്ട്. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ടാണ് സൈക്കിൾ പോകുന്നത്. സോ ഇത്രയൊക്കെയുള്ള ഈ സൈക്കിളിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആർക്കെങ്കിലും ഈ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ.